നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ലൂക്കായുടെ സുവിശേഷം 1-31 തിരുവചനം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 7:14 ഏശയ്യാ പ്രവാചകനിലൂടെ ആഹാസ് രാജാവിനോട് അരുളി ചെയ്ത വചനത്തിൻ്റെ പൂർത്തീകരണമാണ് ലൂക്കായുടെ സുവിശേഷം 1:31 നാം കാണുന്നത്. ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം ദേവൻ രക്ഷിക്കുന്നു എന്നതാണ്. അതായത് ഈ ലോകം മുഴുവനും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്തയുമായാണ് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ലോകരക്ഷകനും ഏകരക്ഷകനുമാണ് നമ്മുടെ ദൈവമായ കർത്താവ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്തുമസും. ഒറ്റപ്പെടലിൻ്റെയും വേദനയുടെയും തിരമാലകളിൽ ആടിയുലയുന്ന മനുഷ്യ ജീവിതങ്ങൾക്ക് രക്ഷയുടെ കേന്ദ്രമായി അമരത്ത് ഈശോയുണ്ട് എന്ന പ്രതീക്ഷയാണ് ഓരോ ക്രിസ്തുമസും നമുക്ക് നൽകുന്നത്. അതിനാൽ ആഘോഷങ്ങൾക്കും അപ്പുറം ഈശോയെ അനുഭവിക്കുന്ന ഒരവസരമായി ഈ ക്രിസ്തുമസ് മാറട്ടെ. നന്ദി.